നമസ്കാരം. മൂവി ബ്രാൻഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. തമിഴ് ചലച്ചിത്ര രംഗത്ത് വൻ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിട്ടുള്ള ഒരു പ്രശ്നമാണ് നടൻ രവി മോഹന്റെ പ്രസ് മീറ്റ്. ഇപ്പോൾ നടൻ രവി മോഹന്റെ പരോക്ഷ ആരോപണങ്ങൾക്ക് കടുത്ത ഭാഷയിൽ മറുപടിയുമായിട്ട് രംഗത്തേക്ക് വരുന്നു നടി ഖുശ്ബു സുന്ദർ. തന്നെ ലക്ഷ്യമിട്ട് രവി മോഹൻ ഉന്നയിച്ചിട്ടുള്ള ഇഡ്ഡലി നടി പരാമർശങ്ങൾക്കെതിരെ കടുത്ത അമർഷത്തോടുകൂടെയാണ് സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരണം നടത്തിയിരിക്കുന്നത്. ബൈബിൾ വചനങ്ങളെ മുൻനിർത്തി ഖുശ്ബു പങ്കുവച്ച പോസ്റ്റ് ഇതിനോടകം തന്നെ സിനിമാ ലോകത്തും സോഷ്യൽ മീഡിയയിലും വൈറലായി കഴിഞ്ഞു. വിശ്വാസവഞ്ചന കാണിക്കുന്നവർക്ക് അത് രക്തത്തിൽ ഉള്ളതാണ് എന്നും മറ്റുള്ളവരുടെ ജീവിതത്തിൽ മുറിവേൽപ്പിക്കുന്നവർക്ക് അതിന്റെ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നുമാണ് ഖുശ്ബു തന്റെ കുറിപ്പിലൂടെ മുന്നറിയിപ്പ് നൽകുന്നത്. ഖുശ്ബുവിന്റെ സോഷ്യൽ മീഡിയ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ: ബൈബിൾ വചനങ്ങളിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നവർ ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങളുടേതല്ലാത്തത് ഒന്നും കൈക്കലാക്കരുത്. നിങ്ങളുടെ പ്രവൃത്തികളാണ് നിങ്ങൾ എന്താണെന്ന് തെളിയിക്കുന്നത്. ഒരാൾ വിശ്വാസവഞ്ചന കാണിക്കുന്നതിലും മോഷ്ടിക്കുന്നതിലും അത്ഭുതപ്പെടാനൊന്നുമില്ല. ചതിക്കുക എന്നത് തങ്ങളുടെ രക്തത്തിൽ ഉള്ളതാണ് എന്ന് അവർ വീണ്ടും തെളിയിക്കുകയാണ്. വഞ്ചനയുടെ ലോകമാണ് അവർക്ക് ഏറ്റവും സുഖകരമായിട്ടുള്ള ഇടം. തൻ്റെ യഥാർത്ഥ സ്വഭാവം പുറത്തെടുത്ത് താൻ ഏത് നിലവാരത്തിൽ നിന്നാണ് വരുന്നതെന്ന് ലോകത്തിന് കാണിച്ചു തന്ന ആ ഒരു മനുഷ്യത്വ രഹിതനെ കുറ്റപ്പെടുത്തിയിട്ട് ഒരു കാര്യവുമില്ല. എന്നാൽ അണിയറയിൽ ഒളിച്ചിരുന്ന് ഇങ്ങനെയുള്ളവർക്ക് സംസാരിക്കാൻ വേദിയൊരുക്കി നൽകിയ ആളെയാണ് ഞാൻ കുറ്റപ്പെടുത്തുന്നത്. നിങ്ങളുടെ തീരുമാനങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നും നിങ്ങൾ ഏൽപ്പിക്കുന്ന മുറിവുകൾ ഒരു ആയുസ്സുടനീളം നിലനിൽക്കുമെന്നും ഓർക്കുക. ഹൃദയ വിശുദ്ധിയും ശുദ്ധമായിട്ടുള്ള ചിന്തകളുമുള്ളവർ ദൈവത്തോട് ചേർന്നു നിൽക്കുന്നു എന്ന് ബൈബിളിൽ പറയുന്നുണ്ടെന്നാണ് ഖുശ്ബു കുറിക്കുന്നത്. തൻ്റെ വ്യക്തി ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാൻ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് രവി മോഹൻ തെന്നിന്ത്യൻ സിനിമയെ തന്നെ ഞെട്ടിച്ച വെളിപ്പെടുത്തൽ നടത്തിയത്. തന്റെ കുടുംബം തകർത്തതിന് പിന്നിൽ 3 അക്ഷരമുള്ള ഒരു ഇഡ്ഡലി നടിയാണെന്നും ഫെമിനിസത്തിന്റെ മറവിൽ ഒളിച്ചിരുന്ന ഇവർ മുൻപും പല പ്രമുഖ നടന്മാരുടെയും ദാമ്പത്യം തകർത്തിട്ടുണ്ട് എന്നുമാണ് നടൻ ആരോപിച്ചത്. രവി മോഹന്റെ മുൻ ഭാര്യ ആരതിയുമായി വളരെ അടുത്ത സൗഹൃദം പുലർത്തിയിരുന്ന വ്യക്തിയാണ് ഖുശ്ബു. ഈ സാഹചര്യവും രവി മോഹൻ നൽകിയ സൂചനകൾ മുൻനിർത്തിയാണ് പിന്നീട് ലക്ഷ്യം ഖുശ്ബു തന്നെയാണെന്ന് സോഷ്യൽ മീഡിയ ഉറപ്പിക്കുന്നത്. ഇതിന് തൊട്ടു പിന്നാലെയാണ് ആരോപണം ഉന്നയിച്ച വ്യക്തിയേക്കാൾ അയാൾക്ക് സംസാരിക്കാൻ വേദിയൊരുക്കി നൽകിയ ആളെയാണ് താൻ കുറ്റപ്പെടുത്തുന്നത് എന്ന് വ്യക്തമാക്കി ഖുശ്ബു തന്നെ രംഗത്തേക്ക് വരുന്നത്. അതേസമയം ഖുശ്ബുവിന്റെ പ്രതികരണത്തിലും വലിയ വിമർശനങ്ങൾ നിലവിൽ ഉയരുന്നുണ്ട്. ഒരു വശത്ത് തൃഷയെ ഒപ്പം കൂട്ടി കൊടുക്കുന്ന പിന്തുണ എന്തുകൊണ്ട് രവി മോഹന്റെ കാര്യത്തിൽ ഖുശ്ബു മറന്നു പോകുന്നു എന്നാണ് വിമർശകരുടെ പ്രധാനപ്പെട്ട ചോദ്യം. അതേസമയം മറുവശത്ത് രവി മോഹൻ നടത്തിയിട്ടുള്ള പ്രസ് മീറ്റ് ശരവേഗത്തിലാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. രവി മോഹന്റെ വ്യക്തി ജീവിതത്തിലെ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലും വലിയ ചർച്ചാ വിഷയമായി കഴിഞ്ഞിരിക്കുന്നു. വിവാഹമോചനം ആവശ്യപ്പെട്ട് ആദ്യം രംഗത്തെത്തിയത് നടൻ തന്നെ. കുടുംബത്തിന് വേണ്ടി മക്കളുടെ കാര്യം പരിഗണിച്ച് എല്ലാം സഹിക്കുകയായിരുന്നു എന്നായിരുന്നു ആദ്യം പറഞ്ഞത്. പ്രണയ വിവാഹമായിരുന്നു ഇവരുടേത്. ഈ ബന്ധം വേണ്ടെന്ന് രവിയുടെ മാതാപിതാക്കൾ ആവർത്തിച്ചു പറഞ്ഞു. അന്നത് ചെവി കൊള്ളാത്തത് കൊണ്ടാണ് മുന്നോട്ട് പോകേണ്ടി വന്നത് എന്നും പക്ഷേ അത് പിന്നീട് വലിയ പ്രശ്നമായി എന്നുമാണ് രവിയുടെ വെളിപ്പെടുത്തൽ. യൂട്യൂബേഴ്സും രവി മോഹന്റെ വീഡിയോയെക്കുറിച്ച് പ്രതികരണങ്ങൾ രേഖപ്പെടുത്തി രംഗത്തെത്തുന്നുണ്ട്. കുറച്ച് ഇമോഷണലായി പുള്ളി പറയുന്ന കാര്യങ്ങളൊന്നും നമ്മൾ വില കൊടുക്കേണ്ടതില്ല എന്ന് ഒരു വിഭാഗം പറയുന്നു. പലയിടങ്ങളിലും സ്ത്രീകളുടെ ഒരു ഇതുണ്ടല്ലോ, ഭാര്യയുടെ അമ്മയുടെ പിടിവാശിയുടെ മുന്നിൽ ആകെ നശിച്ചൊരു ജീവിതമാണ് അവരുടേതെന്നാണ് ഷെഫീനയെ പോലുള്ള ആളുകൾ പ്രതികരിക്കുന്നത്. രവി മോഹനും ആർദിയും തമ്മിൽ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്ന് മറ്റൊരു വിഭാഗം പറയുന്നു. ഒരിക്കൽ പോലും രവിയെ കുറ്റപ്പെടുത്തുകയോ അദ്ദേഹത്തിനെതിരെ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല എന്നാണ് ആരതി പറയുന്നത്. അദ്ദേഹത്തെ പോലെ ഒരു പങ്കാളിയെ കിട്ടിയത് ഭാഗ്യമായിരുന്നു. മക്കളോടൊപ്പമായി ഹാപ്പിയായി ജീവിക്കുന്ന ഒരാളായിരുന്നു മുൻപുള്ള അഭിമുഖത്തിലൂടെ ഈ ഭാര്യ തന്നെ വ്യക്തമാക്കിയിരുന്നത്. ഉള്ളം കയ്യിൽ വെച്ച് കൊണ്ട് നടന്ന ഒരു ദാമ്പത്യം അതാണിപ്പോൾ ഇത്തരത്തിൽ വലിയ പൊട്ടിത്തെറിയിലേക്ക് കലാശിച്ചിരിക്കുന്നത്. അങ്ങനെയൊക്കെ പറഞ്ഞൊരു ഭാര്യയ്ക്ക് ഒരിക്കലും അദ്ദേഹത്തെ തള്ളിപ്പറയേണ്ട കാര്യമില്ലല്ലോ എന്നാണ് പൊതുജനങ്ങളും ചോദിക്കുന്നത്. പറഞ്ഞൊരു പെണ്ണിനെ അദ്ദേഹത്തിന്റെ തലയിൽ വെച്ച് കൊടുക്കുകയായിരുന്നു എന്നുള്ള രീതിയിലൊക്കെ കാര്യങ്ങൾ വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ട്. അതേസമയം നടന്റെ വൈകാരിക പ്രതികരണങ്ങൾക്ക് പിന്നാലെ വിമർശനങ്ങൾക്ക് പുറമെ ഒട്ടനവധി പോസിറ്റീവ് കമന്റുകൾ അല്ലെങ്കിൽ പോസിറ്റീവ് റെസ്പോൺസും വരുന്നുണ്ട് എന്നുള്ളതും ശ്രദ്ധേയമാണ്. അദ്ദേഹത്തിന് ശക്തമായ പിന്തുണയുമായിട്ട് നടി റീഹാനെ അടക്കമുള്ളവർ രംഗത്തെത്തി. സമാനമായിട്ടുള്ള ദാമ്പത്യ പ്രശ്നങ്ങളാൽ തന്റെ സ്വന്തം സഹോദരൻ 24
24-ാം വയസ്സിൽ ആത്മഹത്യ ചെയ്ത കൈപ്പേറിയ അനുഭവം പങ്കുവെച്ചുകൊണ്ടാണ് റിഹാന രംഗത്തെത്തുന്നത്. രവിമോഹന്റെ വേദന മനസ്സിലാക്കാൻ ജനങ്ങൾ തയ്യാറാകണമെന്നും മനസാക്ഷിയില്ലാത്ത മൃഗങ്ങളാകരുത് എന്നുമാണ് റിഹാന വികാരാതീതനായി പറയുന്നത്. രവിമോഹന്റെ പ്രസ് മീറ്റ് കണ്ടപ്പോൾ തന്റെ മരിച്ചുപോയ അനിയനെയാണ് ഓർമ്മ വന്നതെന്ന് റിഹാന കുറിക്കുന്നു. പ്രണയിച്ച് വിവാഹം കഴിച്ച പെൺകുട്ടിയുടെ അഹങ്കാരവും ധാർഷ്ട്യവും കാരണം അനിയന്റെ ജീവിതം നരകതുല്യമായിരുന്നു എന്ന് നടി വെളിപ്പെടുത്തി. രവിമോഹന്റെ ഈ വീഡിയോ കാണുമ്പോൾ എൻ്റെ സഹോദരനെയാണ് ഓർമ്മ വരുന്നത്. ഇന്ന് എൻ്റെ അനിയൻ കൂടെയില്ല. 24-ാം വയസ്സിൽ അവൻ ആത്മഹത്യ ചെയ്തു. അതിന് കാരണവും ഇതൊക്കെ തന്നെയായിരുന്നു. ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്ക്, അവരുടേതായ അറേഞ്ച്ഡ് മാരേജ്, കല്യാണത്തിന് 1 വർഷം താമസമുണ്ടായിരുന്നു. ആ സമയത്ത് അവന് നല്ല പ്രണയമായി. അതിനിടെ പെണ്ണിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ ചില പ്രശ്നങ്ങൾ കണ്ടെത്തി. അനിയന് ഇവൾ ചേരില്ലെന്ന് ഞങ്ങൾക്കെല്ലാം മനസ്സിലായി. പക്ഷേ പ്രണയം തലയ്ക്ക് പിടിച്ചിരുന്നു. അപ്പോഴേക്കും ഇവളെ വിവാഹം ചെയ്താൽ സമാധാനം ഉണ്ടാകില്ലെന്ന് പറഞ്ഞിട്ടും അവൻ കേട്ടില്ല. വിവാഹം കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞ സമയത്താണ് അവൻ തൻ്റെ വീട്ടിലേക്ക് വരുന്നത്. എൻ്റെ കാല് പിടിച്ച് ഒരുപാട് കരഞ്ഞു. വീട്ടിൽ വലിയ വഴക്കാണെന്നും അവനെ അടിച്ചു എന്നുമൊക്കെ പറഞ്ഞായിരുന്നു കരച്ചിൽ. 3.5 വർഷത്തോളം അവൻ ഭാര്യയിൽ നിന്നും അകന്നു കഴിഞ്ഞു. എന്നാൽ കുഞ്ഞിനെ കാണാതിരിക്കാൻ കഴിയാത്തതിനാൽ ഭാര്യ വച്ച എല്ലാ നിബന്ധനകളും അംഗീകരിച്ച് വീണ്ടും ഒപ്പം ജീവിക്കാൻ തുടങ്ങുകയും ചെയ്തു. എന്നെ വിളിക്കുകയോ കാണാൻ പോകുകയോ ഒന്നും തന്നെ അവർ അനുവദിച്ചിരുന്നില്ല. അങ്ങനെ ഇവൻ അറിയാതെ ഫോണിൽ റെക്കോർഡിംഗ് സോഫ്റ്റ്വെയറും മറ്റു കാര്യങ്ങളുമൊക്കെ ആ സ്ത്രീ സെറ്റ് ചെയ്തു. എന്നോട് സംസാരിക്കുന്നത് അറിഞ്ഞ് ഭാര്യ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കി തുടങ്ങി. കുഞ്ഞിനെയും കൊണ്ട് വീട് വിട്ടുപോയി. ആ വിഷമത്തിലാണ് തൻ്റെ സഹോദരൻ അന്ന് ആത്മഹത്യ ചെയ്തതെന്നാണ് നടി പറയുന്നത്. അടുക്കളയിൽ ആത്മഹത്യ ചെയ്ത കാര്യം ഞങ്ങൾ അറിയുന്നത് 1 ദിവസം കഴിഞ്ഞിട്ടാണ്. സഹോദരൻ ഭാര്യയോടൊപ്പം ചേർന്ന് ജീവിക്കാൻ ശ്രമിച്ചത് കുഞ്ഞിനെ ഓർത്തിട്ടായിരുന്നു. എന്നാൽ അവസാനം അവന് ജീവൻ നഷ്ടപ്പെടുകയാണ് ഉണ്ടായത്. ഇന്ന് ആ പെൺകുട്ടി മറ്റൊരാളെ വിവാഹം കഴിച്ച് സുഗമമായി ജീവിക്കുന്നു. എനിക്ക് നഷ്ടപ്പെട്ടത് എൻ്റെ സഹോദരനെയാണ് എന്നും ഇതേ അവസ്ഥയിലൂടെയാണ് നടൻ കടന്നു പോകുന്നതെന്നുമാണ് റിഹാന കുറിക്കുന്നത്. അതേസമയം മിനി സ്ക്രീൻ താരമായിട്ടുള്ള അമേയയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ച് രംഗത്തെത്തുന്നുണ്ട്. അമേയ പറയുന്നത് ഇങ്ങനെയാണ്. അതായത് രവിമോഹന്റെ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം അദ്ദേഹം ഹൈലി ഡിപ്രഷനിലാണ് എന്ന്. അയാളുടെ മുഖത്ത് നോക്കിയാൽ അത് മനസ്സിലാകും. ഡൊമസ്റ്റിക് അബ്യൂസസ് ഇന്നത്തെ ജനറേഷനിലുള്ള പുരുഷന്മാരും അനുഭവിച്ചു വരുന്നുണ്ട്. മെന്റലി, ഇമോഷണലി, ഫിനാൻഷ്യലി കൺട്രോളിംഗ് മാരേജ് ലൈഫിൽ ഇന്ന് പുരുഷന്മാരും അനുഭവിക്കുന്ന കാര്യമാണ് ഇത്. തീർച്ചയായും ഇതിനെല്ലാം തെളിവ് നൽകിയാൽ അദ്ദേഹത്തിന് എളുപ്പത്തിൽ ഡിവോഴ്സ് ലഭിക്കാവുന്നതേയുള്ളൂ. ഞാൻ ഡിവോഴ്സായ ഒരു ടൈമിൽ ഞാനൊരു സെലിബ്രിറ്റി ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ സ്ട്രെസ്സിങ് ആരും കണ്ടിട്ടില്ല. ഞാനും വളരെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് മക്കളെ വളർത്തിയ ഒരാൾ തന്നെയാണ്. വേറൊരാളുടെ ലൈഫിൽ പോയിട്ട് ഒരു അമ്മൂമ്മയുടെയും കുഞ്ഞിൻ്റെയും ലൈഫ് എടുക്കേണ്ട കാര്യം എനിക്കില്ല. സെപ്പറേറ്റ് ആയി നിന്ന് നശിച്ച് നാറാണക്കല്ലായി നിന്നൊരു വ്യക്തിക്കാണ് ഞാൻ എൻ്റെ ലൈഫ് കൊടുത്തതെന്ന ബോധ്യം എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കെതിരെ വരുന്ന കല്ലേറുകളൊന്നും ഞാൻ കണക്കാക്കാറില്ല. പക്ഷേ എല്ലാവരും അങ്ങനെ ആകണമെന്നില്ല. അതുകൊണ്ട് തന്നെ ജയം രവിക്ക് മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് മക്കളുടെ കാര്യം പറഞ്ഞ് ആക്രോശിക്കേണ്ടി വന്നു. ഇതേ അവസ്ഥയിൽ ഞാനും എൻ്റെ പാർട്ട്ണറിനെ കണ്ടിട്ടുണ്ട്. ബിഗ് ബോസ് പോലൊരു വലിയൊരു ഷോയിൽ കുഞ്ഞിൻ്റെ കാര്യം എടുത്തിട്ട് എതിർ മത്സരാർത്ഥി അദ്ദേഹത്തെ ബുള്ളിയിങ് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. അന്ന് അദ്ദേഹം ഇതുപോലെ പൊട്ടിത്തെറിക്കുന്നത് ഞാൻ കണ്ടു. അവരവരുടെ ഉള്ളിലെ വിഷമങ്ങളും പ്രശ്നങ്ങളും എല്ലാം അടക്കിപ്പിടിച്ചാണ് ഓരോരുത്തരും ജീവിക്കുന്നത്. അതിനെ ഇത്തരത്തിൽ സോഷ്യൽ മീഡിയ ആഘോഷമാക്കുന്നത് തെറ്റാണ് എന്നാണ് നടിയുടെ പ്രതികരണം.